ഇതിൽ ഒരു സഹോദരിയുടെ ഒരു ചോദ്യമാണ് മൊഴിയുള്ളത്. സഹോദരിയുടെ സഹോദരൻ്റെ ഒരു സ്വഭാവത്തിലുള്ള പ്രശ്നത്തെ പറ്റിയുള്ള ചോദ്യമുള്ളത്. ചെറുപ്പം മുതൽ തന്നെ ഞാനും എൻ്റെ സഹോദരൻ, ഇതിന് മനസ്സിലാവുന്ന അവളെക്കാൾ താഴെയാണ് സഹോദരൻ. പിന്നെ ബന്ധം ഒരു സഹോദരി ബന്ധമില്ല, വളരെ അകന്നാണ്. പിന്നെ എൻ്റെ വിവാഹ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങളും മറ്റൊക്കെ ഉണ്ടായി. അപ്പോൾ എന്നോട് വീണ്ടും എന്ത് ചെയ്തു, അകൽച്ച കൂടി. അപ്പോൾ എൻ്റെ വിവാഹം കൂടി കഴിഞ്ഞ സമയത്ത് പിന്നെ രക്ഷിതാക്കളൊക്കെ മരിച്ചതിന് ശേഷം കൂടുതൽ അകൽച്ചയാണ്. ഞാൻ അവനോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ എന്നോട് കൂടുതൽ ദേഷ്യപ്പെടുകയാണ്. ഇപ്പോൾ വീണ്ടും അവൻ അകന്നുകൊണ്ടിരിക്കുകയാണ്, ദീനിൽ നിന്നും അവൻ അകന്നുകൊണ്ടിരിക്കുകയാണെന്നാണ്. എന്നാൽ ഉമ്മാനോടോ മറ്റ് സഹോദരിമാരോടൊന്നും ഒരു പ്രശ്നമില്ല. ഇത് ഈ സ്ത്രീക്ക് എന്തുണ്ട്, ഈ സഹോദരിക്ക് ഇത് വലിയ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അവനോട് എങ്ങനെ സംസാരിക്കേണ്ടത് എന്നൊന്നും അറിയില്ല. ഉമ്മാനോട് മാത്രമല്ല എല്ലാ ബന്ധുക്കളോടും നല്ല ഉഷാറാണ്. ഇതെങ്ങനെയാണോ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഞാൻ അത് മനസ്സിലാക്കി കൊടുക്കണം, അതല്ല ഞാൻ എൻ്റെ ജീവിതം മാത്രം നോക്കി നടന്നാൽ മതിയോ എന്നാണ് ചോദ്യം. ഈ ബന്ധങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ. അതുകൊണ്ട് ഇന്നിപ്പോൾ നമ്മൾ കുടുംബങ്ങളിൽ കാണുന്ന ടെൻഷൻ്റെ ഏറ്റവും വലിയ കാരണം പിണക്കങ്ങൾ കൊണ്ടാണ്. നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ബന്ധമുള്ള ഒരാൾ നമ്മളോട് പിണങ്ങുമ്പോൾ സ്വാഭാവികമായി നമുക്കത് ഭയങ്കരമായി മനസ്സിനെ പ്രയാസപ്പെടുത്തും. ഒരു അയൽവാസി നമ്മളോട് പിണങ്ങുക, ഈ വാപ്പ പിണങ്ങുക, ഈ നമ്മുടെ ഉമ്മ പിണങ്ങുക, ഈ ജ്യേഷ്ഠൻ പിണങ്ങുക, ഈ പിണക്കങ്ങൾ എന്ത് ചെയ്യും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഈ ആരെങ്കിലും അടുത്ത ബന്ധുക്കൾ പിണങ്ങി എന്ന് പറഞ്ഞാൽ അവരത് വല്ലാതെ മാനസികമായി തളർത്തും. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സഹോദരിക്ക് വിഷമം ഉണ്ടാവുന്നത്. ഇതിനെങ്ങനെ പരിഹരിക്കുന്നു വെച്ചാൽ നമ്മൾ പറയുമ്പോൾ ഇവർക്ക് ബന്ധം ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ട്, ബന്ധം ഉണ്ടാക്കാൻ ആഗ്രഹമില്ലാത്തത് അദ്ദേഹത്തിനാണെന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾക്കിപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച പ്രകാരം എന്തുള്ളൂ, കുടുംബ ബന്ധം എന്ന് പറയുന്നത് എന്തല്ല, ഇങ്ങോട്ട് ബന്ധമുള്ളവനോട് അങ്ങോട്ട് ബന്ധം എന്നതല്ലല്ലോ യഥാർത്ഥത്തിൽ ബന്ധം എന്നുള്ളത്. ഇങ്ങോട്ട് മോശമായി പെരുമാറുന്നവനാണെങ്കിലും നമ്മുടെ ഭാഗത്തുള്ള കാര്യം നമ്മൾ നിർവഹിച്ചിരിക്കണം. അപ്പോൾ ഈ ബ്രദർ നമ്മളോട് മോശമായി പെരുമാറുന്നു എന്ന ഒരു വശം ഒരിക്കലും നമ്മുടെ മനസ്സിൽ കയറ്റാതെ നമുക്ക് ബന്ധമുള്ള ബാക്കിയുള്ള ബ്രദേഴ്സിനോടും സിസ്റ്റേഴ്സിനോടൊക്കെ ഏത് രൂപത്തിലാണോ പെരുമാറുന്നത് അതേപോലെ ഇയാൾ പെരുമാറാൻ ശ്രമിക്കുമ്പോൾ അയാൾ ആ രൂപത്തിൽ അത് അക്സെപ്റ്റ് ചെയ്തോളുന്നില്ല. നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ മറ്റുള്ളവർ ഫോൺ എടുക്കണമ്പോൾ എടുത്തോളുന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ശ്രമം തുടരാം. ഒന്ന് സംസാരിക്കണം, എന്തൊക്കെ വർത്താനം വെക്കുക. നമ്മൾ നമ്മുടെ ഭാഗത്തുള്ളത് എന്തിനാണ്, ഞാൻ എൻ്റെ കടമ നിർവഹിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹുവിന് ബോധ്യപ്പെടുത്താനും നമ്മുടെ മനസ്സാക്ഷി ഉണ്ടല്ലോ, ഇവൻ എന്ത് ചെയ്താലും എൻ്റെ കടമകൾ ഞാൻ വിസ്മരിച്ചിട്ടില്ല എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ആ നിലക്ക് അവർ ചെയ്യേണ്ട കടമകൾ നിർവഹിച്ച് പോകാതിരിക്കും നന്നായിരിക്കും. ഇനിയിപ്പോൾ അവർക്ക് ഇങ്ങനെ ഫോൺ വിളിക്കുമ്പോൾ ഇനി ഒരിക്കലും ഫോൺ വിളിക്കരുത്, എൻ്റെ ഫോണിലേക്ക് വിളിക്കരുത്, ഒന്ന് വിളിക്കണ്ട. ഞാൻ പറഞ്ഞത് അദ്ദേഹം അത് നിരോധിച്ചത് കൊണ്ടാണ് വിളിക്കാത്തത്. മനസ്സിലായി, നീ എൻ്റെ വീട്ടിൽ കയറരുത്, അയാളെ വീടല്ലേ, കയറരുത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, കയറുന്നില്ല. പക്ഷെ പിന്നെ നമ്മൾ എത്രയോ സമയം കഴിയുമ്പോൾ വീണ്ടും നമ്മളൊന്ന് വിളിച്ചു നോക്കുന്നു, അപ്പോഴും ഇത് തന്നെയാണ് പ്രതികരണം, അതിനെല്ലാം തുടരുന്നു. അങ്ങനെ നമ്മൾ നിൽക്കുന്നതിന് പ്രശ്നമില്ല. അപ്പോൾ പരമാവധി നമ്മുടെ കടമകൾ നിർവഹിക്കാൻ നമ്മൾ ശ്രമിക്കാം. അതിനവർ സ്വീകരിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളെ കൂടെ കഴിയുന്ന പോലെ ചെയ്ത് നമ്മൾ സമാധാനമായി ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെ പേര് ടെൻഷനായി വെറുതെ ജീവിതം അസ്വസ്ഥമാക്കുന്നതിൽ കാര്യമൊന്നുമില്ല. ഇതിൽ ചോദിക്കുന്നത് ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ശ്രമിക്കണം എന്നുള്ള ഒരു ചോദ്യം കൂടി ഉണ്ട്. പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് സാധ്യമാണോ? അത് ഈ പറഞ്ഞ് മനസ്സിലാക്കുന്നത് കൊണ്ട് ഗുണമാണോ ദോഷമാണോ ഉണ്ടാവുമെന്ന് ആലോചിക്കും. ചിലപ്പോഴൊക്കെ പറയാൻ ശ്രമിച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പോഴൊക്കെ എന്തായിരുന്നു പ്രതികരണം. അത് തൊട്ട് മുമ്പുള്ള അവസ്ഥയെക്കാളും മോശമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നതെങ്കിൽ അത് ഒഴിവാക്കലാണ് നല്ലത്. പറയുന്നത് കൊണ്ട് ഫലമുണ്ടെങ്കിൽ പറയുന്നതിന് വിരോധമില്ല. പക്ഷെ മിക്കവാറും ഫലം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പക്ഷെ മധ്യസ്ഥന്മാരാണെങ്കിൽ പറ്റും. അപ്പോൾ അയാളോടും ഇവരോട് സംസാരിക്കാൻ പറ്റിയ ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാരെ അവൻ സ്വീകരിക്കാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ മുഖേന